നോക്കിടാ പറഞ്ഞ നോക്കിയൊക്കെ പോ. എന്തായി? അവനെ കിട്ടിയോ? അവനെ കിട്ടിയിട്ടുണ്ട്. ഈശ്വര, അത് ജയിച്ചാ മതിയായിരുന്നു. ആ പൊട്ടി. ഇനി എന്ത് ചെയ്യും? ആ ബെസ്റ്റ്. ഇനി എല്ലാം അറിയുമല്ലോ. മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു. ബാരുണേ, എന്തായി? റിസൾട്ട് വന്നോ? പൊട്ടിടാ. ആ നോക്കട്ടെ. ആ തേഞ്ഞു. ഞാൻ പാസ്സായി. ബന്ധിക്കടത്തൊക്കെ പോണു, അവർ വിളിക്കുന്നു. പോട്ടെ. ഇവിടെ മൂഞ്ചിരുന്നോ?
സെയിൽസ്മാനെ ആവശ്യമുണ്ട്. ഒരു കീ നോക്കിയാലോ? എടേയ്, നീ സെയിൽസ്മാൻ ആയാ? അതിനിപ്പോൾ ഈ ജോലിക്ക് എന്താ കുഴപ്പം? ഇല്ല, ഒന്നുമില്ല. ഡാ, ഈ +2 വരെ ഞാൻ ഇനി എന്ത് ചെയ്യാനാടാ? അത് ശരിയാ, +2 വരെ നീ ഈ ജോലി വല്ലതും നോക്കുന്നത് നല്ലത്. അല്ലാതെ പഠിത്തമെന്ന് നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമില്ല. പഠിത്തം എന്നൊക്കെ പറഞ്ഞാൽ അതിന് എന്നെപ്പോലെ തല വേണം. എന്നെപ്പോലെ ജയിക്കാനും കൂടെ പഠിക്കണം. എന്നാൽ മാത്രം നാട്ടുകാരുടെ മുന്നിൽ ഒരു വില ഉണ്ടാവും. മതി, ഒന്ന് നേരത്ത്. എന്നെ അടുത്ത നിമിഷത്തിലൊന്ന് ഇറക്കി വിടാൻ പറ്റുമോ? പിന്നെ നമ്മുടെ മിഥുനും ഗോകുലും ഇപ്പോൾ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അറിഞ്ഞായിരുന്നു നീ? ഇല്ലടാ, ഞാൻ പിന്നെ അവരെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. എന്നാ കേട്ടോ, അവരൊക്കെ ഇപ്പോൾ ഒരേ കോളേജിലാണ്. അവർ മാത്രമല്ല, പൃഥ്വിയും ഗോപിയും അവരും ഒരേ കോളേജിലാണ്. അത് ശരി. ഞാൻ വിചാരിച്ചു നീ ഇതെല്ലാം അറിഞ്ഞെന്നാ. എടാ, ഇവിടെ നിർത്തിയാ. ശരിയടാ എന്നാ. എടാ, അടുത്ത് എങ്ങോട്ടാ റൂട്ട്? ആ റൂട്ടാണല്ലേ. നമുക്ക് അത് അപ്പുറത്തൊരു സൈഡിൽ കൂടെ ഒന്ന് പോയാലോ? ഒന്ന് അവിടെ കുറെ വീടുകളുണ്ടായിരുന്നു. ആരാ? സാറായിരുന്നു. എടാ അരുണ, നീയാ? പിന്നെ എന്തൊക്കെ ഉണ്ട് സാറേ? ഇതൊക്കെ തന്നെ, സെയിൽസ്മാൻ തന്നെ പരിപാടി. ശരി. മറ്റേ തോറ്റ വിഷയങ്ങളൊക്കെ നീ എഴുതിയെടുത്തായിരുന്നു? പിന്നെ ഇല്ല സാർ, പിന്നെ ഞാൻ എഴുതിയില്ല സാർ. അതെന്ത്? പഠിത്തമൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല സാർ. പിന്നെ വീട്ടുകാരുടെ സാഹചര്യം മോശമായപ്പോൾ പിന്നെ ജോലിക്ക് അങ്ങ് ഇറങ്ങി സാർ. നീ വാ, അത്വാ. പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല സാർ, ജോലിയൊക്കെ നൈസായിട്ട് പോണു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ജോലി നിനക്ക് പറ്റിയൊരു ജോലിയാണെന്ന്. സാറേ, 8 മാസമായി ജോലി കയറിയിട്ട്. എനിക്ക് ഈ ജോലി വേറെ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഈ ജോലി പറ്റും എന്നെ കൊണ്ട് എന്തായാലും. അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് സാർ. എന്നെ കൂടെ പറ്റും എന്തായാലും. എടാ അരുണ, ഞാനൊരു കാര്യം പറയട്ടാ. നീ പറഞ്ഞല്ല നിനക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നിനക്ക് പഠിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല നീ പഠിത്തം നിർത്തിയത്. നിന്റെ ചില ജീവിത സാഹചര്യങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെയാണ് അതിന് കാരണം. അപ്പോൾ നീ പറഞ്ഞു നീ മറ്റേ കമ്പനിയിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പരിശ്രമിക്കുന്നുണ്ട് നീ പറഞ്ഞു. നമുക്ക് ഈ പരിശ്രമം പഠിത്തത്തിൽ ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? നീ വിചാരിക്കാത്ത ഉയരങ്ങളിൽ നീ ചെന്നെത്തും, അതുറപ്പാണ്. ശരി, അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഞാനൊരു സുഹൃത്തിൻ്റെ നമ്പർ തരാം. സാറിനെ നീ ഒന്ന് പോയി കാണണം. സാറിൻ്റെ നമ്പർ ഞാൻ തരാം. സാറിനോട് സംസാരിക്കണം. സാറിൻ്റെ നമ്പർ, അഡ്രസ്സ് ഞാൻ എഴുതിത്തരാം. ഞാൻ സാറിനെ വിളിച്ചോളാം, നീ പോയാൽ മതി. ഓക്കെ? അപ്പോൾ സാർ ജോലിയോ? എടാ, ജോലി കഴിഞ്ഞിട്ട് മതിടാ. ജോലി കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ചെയ്യാം.
ഇതാര്? നമ്മളെയൊക്കെ ഓർമ്മ ഉണ്ടാ? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? സിബിനെ ഇപ്പൊ ഏത് പീരീഡാ? ഇപ്പൊ കെമിസ്ട്രി. പിന്നെ സാർ വരുമ്പോ എന്തായാലും റിവിഷൻ ഉണ്ടാവും കേട്ടാ. എടാ റിവിഷനാ? അതെപ്പോ പറഞ്ഞ്? കഴിഞ്ഞ ആഴ്ച. ഓ തേഞ്ഞ്. ഗുഡ് മോർണിംഗ് സാർ. ഡേയ് 10 മിനിറ്റ് സമയം തരും, പെട്ടെന്ന് പഠിച്ചു പറഞ്ഞോ കേട്ടല്ലോ. എടാ ഏതാ ടോപ്പിക്ക്? സാറേ ഏതാ ടോപ്പിക്ക്? ഡേയ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നീ അറിഞ്ഞില്ലേ? ഇല്ല സാറേ. ഡേയ് 10 മിനിറ്റ് തരും. ഡേയ് കേട്ടല്ല. എടേ അതുപോലെ എല്ലാവരും അസൈൻമെന്റ് വെച്ചാ? ഇതൊക്കെ എപ്പോഴും പറഞ്ഞ് ഏതൊരു അസൈൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ വയ്ക്കല്ലേ? ഡേ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, എല്ലാവരും അസൈൻമെന്റ് വെച്ചോണം കേട്ടല്ലോ. ഏതൊരു അസൈൻമെന്റ് ഒന്ന് പറടാ. ഡേയ് 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച്. സാറേ ഒന്നും പഠിച്ചില്ല. ഡേയ് നീ പഠിക്കണ്ട പറഞ്ഞേ? ഓ ഇന്ന് നീ പഠിച്ചാ? ഇല്ല സാറേ. ഡേയ് പെട്ടെന്ന് പഠിച്ചു പറഞ്ഞേ കേട്ടല്ലോ, ഞാൻ കുറച്ച് സമയം തരാം. എടാ സിബിൻ എന്താടാ പഠിക്കാനുള്ളത്? ഡേയ് എല്ലാവരും ബുക്ക് എടുത്തോ, നെക്സ്റ്റ് ടോപ്പിക്ക്. ഇങ്ങേരിത് ഡേ നമ്മളിപ്പോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പൊ പഠിക്കണോ നോട്ട് എഴുതണോ? ബാലൻസ് പഠിക്കുന്നതിന് മുന്നേ കെമിക്കൽ റിയാക്ഷനിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്കാം. സാറേ ഞാൻ പഠിക്കണോ നോട്ട് എഴുതണോ? നീ എന്തെങ്കിലും ചെയ്യടേ. സൂപ്പർ. ഡേ അരുണേ കേറി വാ. അരുണ എഴുതിടാ. സാറേ സാറിന്റെ ട്യൂഷൻ എന്താണെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ നീ വരൂരുന്നല്ലേ. കഴിഞ്ഞെല്ലാം പോട്ടെ. അപ്പോ കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ ഇവിടെ പഠിച്ചതുപോലെ നീ കൃത്യസമയത്ത് ക്ലാസ്സിന് വരിക, അതുപോലെ കൃത്യമായിട്ട് പഠിക്കുക. താം സാർ എന്നെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്നു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. പഴയതുപോലെ അന്ന് 10ാം ക്ലാസ്സിൽ വന്നതുപോലെ കൃത്യമായിട്ട് ക്ലാസ്സിന് വരിക, അന്നുള്ളതൊന്ന് പഠിക്കുക. ഓക്കെ ആണോ? ഓക്കെ സാർ. സത്യത്തിൽ ഇന്നത്തെ ദിവസം എന്തോ പ്രത്യേകത ഉള്ളത് പോലെ. കാരണം +2 തോറ്റതിന് ശേഷം എൻ്റെ ലൈഫിൽ വേറെ ഒന്നും നേടാനില്ലായിരുന്നു. മാത്രമല്ല ഞാനൊന്ന് മനസ്സിലാക്കിയത് പഠിത്തത്തിൽ ജയിച്ചില്ലെങ്കിൽ നമുക്കൊരു വാല്യൂ ഇല്ലെന്നാണ്. എന്നാൽ ഇന്ന് സാർമാരെ കണ്ടതിന് ശേഷം വീണ്ടും പഠിക്കാനുള്ള പ്രതീക്ഷകൾ എനിക്ക് വന്നത്. സത്യത്തിൽ ഈ ജോലി ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നു. അമ്മ പിന്നെ വണ്ടി വർഷം കൊണ്ടുവന്നായിരുന്നോ? അമ്മ ഞാൻ എത്തിക്കോളാം. ഇല്ല കഴിച്ചിട്ട് ഞാൻ വരുള്ളൂ എന്തായാലും.
എടാ സിബിന് നീയാ? ബ്രോ എനിക്കൊരു 5 മിനിറ്റത്തേക്ക് വണ്ടി വേണം. ബ്രോ എനിക്ക് പോണം ബ്രോ. പട്ടിണിയാടാ, മുഴുവൻ പട്ടിണി. 10 ജയിച്ചതിന് ശേഷം തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കുണ്ടായില്ല. അതുപോലെ വീട്ടുകാരുടെ സ്ഥിതിയും കുറച്ച് മോശമായിരുന്നു. കുറച്ചല്ല, കുറച്ചധികം. അച്ഛന് പഴയതുപോലെ ജോലിയൊന്നുമില്ല. അമ്മയ്ക്കാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടയിൽ ഞാനും. ഡാ നിനക്ക് പണിയെടുത്ത് ജീവിച്ചാ പോരെ? ഞാൻ പറഞ്ഞില്ലേ, മുഴുവൻ പട്ടിണിയാടാ. 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. എന്നോട് ക്ഷമിക്കടാ. ഡാ കുഴപ്പമില്ലടാ, വാ ഫുഡ് കഴിക്കാൻ പോ. എടാ വേണ്ട. ഇല്ല നീ പറഞ്ഞ കേള്, വാ. എടാ വേണ്ടാ. നീ നാളെ തൊട്ട് എൻ്റെ കൂടെ സെയിൽസിന് വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അതൊക്കെ എങ്ങനെയാണ് സുഖമാണേ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നോക്കണ്ടേ? +2 കഴിഞ്ഞ ഞാനാണ്. അപ്പം നിൻ്റെ കൂടെ സെയിൽസിന് വന്നു കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലടാ. അപ്പോൾ ശരിയടാ, വലിയ ഉപകാരമുണ്ട്. പോട്ടെ. ആകാശേ, എവിടെ നോക്കിയടാ പറഞ്ഞ നോക്കിയൊക്കെ പോ. എന്തായി, അവനെ കിട്ടിയോ? തീർത്തേക്ക്.
എടാ ആകാശേ, എന്താടാ നീ എന്താ ഇങ്ങോട്ട് വന്ന് എത്ര വിളി വിളിച്ചടാ നിന്നെ ഞാൻ? വിളിച്ചാ നീ? എടാ നിന്നെ ഫോണും വിളിച്ച് എത്ര വർഷം കിടന്ന് പറയാ കിടന്ന് ഹാണടിച്ചടാ. കേട്ടില്ലടാ ഞാൻ. എന്ത് ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ലടാ. എടാ എന്ത് പറ്റി? കാര്യം പറ. ഇത്ര എന്തിനാ ടെൻഷൻ അടിക്കണേ നീ? ഒന്നുമില്ല. നീ കാര്യം പാടാ വല്ലതും ഉണ്ടെങ്കിൽ. എടാ നിന്നെ ഇത്രയും ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ല. കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. എടാ ഒരു പ്രശ്നം പറ്റിയടാ. ഞാൻ അതെങ്ങനെ നിന്റെ അടുത്ത് പറയും? സംഭവം നിന്റെ ഭാഗത്ത് തെറ്റില്ലടാ. ഒരുത്തൻ ലിഫ്റ്റ് ചോദിച്ച് ആങ്കേറി ഉടക്കിയപ്പോൾ നിന്നെ കുത്തേ, അത്രയല്ലേ ഉള്ളൂ. അറിഞ്ഞോണ്ട് ചെയ്താലടാ. ആ ഒരു സാഹചര്യത്തില് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടാ? എന്തായാലും നീ ടെൻഷൻ അടിക്കാതെ. നീ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ മാറുമോ അത്? വാ നീ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. പോവാന്നാ. എന്തായാലും ഞാൻ ഉണ്ടല്ലോ, ബാ പോവാം. ഡാ ഇവിടെ വെച്ചാണോ സംഭവം? ഇവിടെ വെച്ചാണ് സംഭവം. പക്ഷെ അവനെ ഇവിടെ ഒന്നും കാണാനില്ല. എടാ അത് അവിടെ വെച്ചാടാ ആ സംഭവം ഉണ്ടായത്. നീ കളാ, വേറെടുത്ത് വെച്ച് കാണാം. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവനൊന്നും പറ്റി കാണൂല. അവനെ ഇവിടെ കാണാനില്ലല്ലോ ഇവിടെ. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഡാ ഫോൺ അടിക്കുന്നു, വീട്ടിൽ നിന്നായിരിക്കും. എടുത്ത് സംസാരിക്കുന്നു. ഹലോ അമ്മ. ഓ ഞാൻ എന്താ പെട്ടെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഓ ശരി. ഡാ എനിക്ക് തോന്നുന്നു ഒന്നി ഇവിടെ എവിടെയും കാണും, അല്ലേ ആരെയും രക്ഷപ്പെടുത്തി. ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും നീ ഇതുവഴി അങ്ങനെ വരണ്ട. മെയിൻ റോഡ് വഴി മാക്സിമം പോയാൽ മതി. ഓ